കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാൾട്ടയിലെ മോസ്ത റൊട്ടുണ്ട ചർച്ചിലേക്ക് പോയി കേട്ടോ. അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ആ ഒരു പള്ളിയുടെ ഉള്ളിലേക്ക് നമ്മൾ പോയി. പള്ളിയുടെ ഉള്ളിൽ ഒരുപാട് കാഴ്ചകൾ. ഒരു ബോംബ് വീണിട്ടും തകരാത്ത പള്ളിയാണ് കേട്ടോ ഇത്. അപ്പൊ അവിടുത്തെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു. അപ്പൊ നമ്മൾ ഇന്ന് അവിടുന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു ബങ്കർ ഉണ്ട്. അതായത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഈ പള്ളിയുടെ തൊട്ട് താഴെയായിട്ട്, അതായത് ഭൂമിക്കടിയിൽ ഈ പള്ളിയുടെ താഴെയായിട്ട് ഒരു ബങ്കർ അവർ പണിതിട്ടുണ്ട്. അപ്പൊ അന്നത്തെ ഈ മാൾട്ടയിലുള്ള ആളുകളൊക്കെ അന്ന് അധിവസിച്ചിരുന്ന രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു ബങ്കറാണ് കേട്ടോ അത്. അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അങ്ങോട്ട് പോകാൻ വേണ്ടി നമ്മൾ നേരെ പള്ളിയിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ നേരെ നടന്നു പോകുമ്പോഴത്തേനും ഇങ്ങനെ കുറച്ച് റെസ്റ്റോറന്റ് ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടും. ഈ റെസ്റ്റോറന്റ് എന്ന് പറയുന്നത് ഈ പള്ളിയിലേക്കൊക്കെ എത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന റെസ്റ്റോറന്റ് ആണ് കേട്ടോ. അവിടെ എഴുതി വെച്ചിരുന്ന ഡോം വിസിറ്റേഴ്സ് സെന്റർ എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഡോം വിസിറ്റ് ചെയ്യുക, അതായത് ഈ ഒരു പള്ളിയുടെ മുകളിലൂടെ ആ ഒരു ഡോം ഉണ്ടല്ലോ, ലോകത്തിലെ തന്നെ പില്ലറുകളില്ലാത്ത സിംഗിൾ ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഡോമാണ് കേട്ടോ ഇത്. അപ്പൊ അത് കാണാൻ വേണ്ടി വരുന്ന ആളുകൾക്കുള്ള ഒരു റെസ്റ്റോറന്റ് ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. നമ്മളിങ്ങനെ മുന്നിലേക്ക് നടക്കുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ, ഈ ഒരു പള്ളി കാണാൻ വേണ്ടി എത്തുന്ന ആളുകൾ, ടൂറിസ്റ്റുകൾ ഒക്കെ ഒരുപാട് പേരെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ അവരെ എല്ലാം പിന്നിട്ടുകൊണ്ട് നമ്മളിങ്ങനെ മുന്നിലേക്ക് നടക്കുകയാണ്. അപ്പൊ നേരെ നടന്ന് നമ്മൾ ആ ഒരു ഷെൽട്ടറിന്റെ ഉള്ളിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. നേരെ ഈ കാണുന്നതാണ് കേട്ടോ ആ ഒരു ഷെൽട്ടർ. അപ്പൊ ആ ഒരു ഷെൽട്ടർ നിൽക്കുന്നത് ഈ പള്ളിയോട് ചേർന്ന് തന്നെയാണ്. അതായത് ഈ പള്ളി നമ്മൾ നേരെ ആ പള്ളിയുടെ അവിടെ നിന്ന് നേരെ സ്ട്രീറ്റിലേക്ക് നോക്കുമ്പോൾ ഈ പള്ളിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് താഴെയാണ് കേട്ടോ ഈ കാണുന്ന ഈ ഒരു ബങ്കർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ബങ്കറിലേക്ക് വേണം നമ്മൾ പോകാനായിട്ട്. അപ്പൊ ആ ബങ്കറിലേക്ക് പോകാനായിട്ട് നമ്മളിങ്ങനെ വാതിലൊക്കെ തുറന്ന് ചെറിയൊരു ഗേറ്റ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കടന്ന് ആ ഗേറ്റ് ഒക്കെ ഇങ്ങനെ തള്ളി തുറന്നിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇവിടെ നമുക്ക് സ്ലിപ്പറി ഫ്ലോർസ്, അപ്പൊ മൈൻഡ് യുവർ ഹെഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇനി വലിയ പൊക്കമൊന്നുമില്ല. മാത്രമല്ല ഈ ഫ്ലോർസ്, ഈ സ്റ്റെപ്സ് ഒക്കെ കുറച്ച് സ്ലിപ്പറിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കി നടന്നില്ലെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ താഴെ ചെല്ലും. ഇവിടെ നമുക്ക് ഷെൽട്ടറിന് എഴുതിയിരിക്കുന്ന ആ ഒരു ആരോ ഒക്കെ കാണാം. അപ്പം നമ്മൾ ആ ഒരു ഷെൽട്ടറൊക്കെ കടന്ന് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ നടക്കുമ്പോൾ ചിന്തിക്കുന്നത്, ഇപ്പം ഈ യുദ്ധത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ എത്രയോ ആളുകൾ പേടിച്ച് നടന്ന ഒരു വഴികളാണിത്. അപ്പം നമുക്കൊക്കെ ഇന്നത്തെ കാലത്ത് ഒട്ടും പേടി കൂടാതെ ഒരു വിസിറ്ററായിട്ട് നമുക്ക് അവിടെ പോകാൻ വേണ്ടി പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകം മാറി എന്ന് പറയുന്ന ഒരു വലിയൊരു വണ്ടറാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ ഒരു ചെറിയ റാന്തൽ വിളക്കൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ അതൊക്കെ പിന്നിട്ടുകൊണ്ട് നമ്മൾ ഈ ബങ്കറിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. വലിയ ഉയരമില്ലാത്ത ഭാഗങ്ങളിൽ മാത്രമല്ല, കുറച്ച് മോയിസ്റ്റർ ആയിട്ടുള്ള കുറച്ച് വെള്ളമൊക്കെ കണ്ടോ ആ ഒരു സൈഡിൽ റിഫ്ലക്ട് ആവുന്നുണ്ടോ. അപ്പൊ ഈ ഒരു ഭാഗങ്ങളിൽ ഇത് ഭൂമിക്കടിയിലാണല്ലോ. അപ്പോഴത്തേക്ക് അതിന് നല്ല ഈർപ്പത്തിന്റെ ഒരു അംശമുണ്ട് കേട്ടോ ഈ താഴേക്ക്. അതുകൊണ്ടാണ് അത് അങ്ങനെ നിൽക്കുന്നത്. ഇവിടെ എല്ലാം ചെറിയ റാന്തൽ വിളക്കുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ അതൊക്കെ പിന്നിട്ടാണ് കേട്ടോ നമ്മൾ മുന്നിലേക്ക് നടക്കുന്നത്. ഈ കാണുന്നത് ഈ ഒരു ബങ്കർ പണിയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് ഷെൽട്ടർ ഡിഗിങ് ടൂൾസ് അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഈ ഒരു ഷെൽട്ടർ പണിയാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മഴു പോലെയുള്ള ചുറ്റിക, ചെറിയ കോരി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ അധികം ഫോട്ടോസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ യുദ്ധത്തിന്റെ കാലത്ത് ഇവിടെ വന്നിറങ്ങിയ ഫ്ലൈറ്റ്സിന്റെ ഒക്കെ പിക്കാണ് കേട്ടോ. ഞാനിങ്ങനെ കൈ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തി പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ ഉത്തരത്തിൽ അതിന്റെ ആ മുകളിൽ എനിക്ക് ഇങ്ങനെ തൊടാൻ വേണ്ടി പറ്റും. അത്രയും പൊക്കമുള്ളൂ ഇതിനകത്ത്. അതായത് ഒരു ബങ്കർ എന്ന് പറഞ്ഞാൽ ഇതാണ് ബങ്കർ. ഒരു ബങ്കറിന്റെ ഉള്ളിൽ, ഒരു യുദ്ധത്തിന്റെ ബങ്കറിന്റെ ഉള്ളിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന അടുപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മാത്രമല്ല അവിടെ ടിൻസ്മിത്ത് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഭാഗം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങളുടെ ഒക്കെ ഒരു ഭാഗമാണ് കേട്ടോ. ഈ കാണുന്നത് മുഴുവൻ ആയുധങ്ങളുടെ ഭാഗങ്ങളാണ്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേനും അന്നത്തെ ബാർബറൊക്കെ ഉപയോഗിച്ചിരുന്ന ചെറിയ കത്രികകള്, ചെറിയ ട്രിമ്മറിന്റെ ഒക്കെ ആദ്യത്തെ രൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മൾ നിൽക്കുന്നത് അന്നത്തെ കാലത്ത്, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രങ്ങളുടെ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പൊ ഈ ഒരു വസ്ത്രങ്ങളൊക്കെയാണ് അന്നത്തെ ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഡ്രസ്സിങ്ങിന്റെ കോഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അന്നത്തെ ഒരു തയ്യൽ മെഷീൻ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ചെറിയൊരു തേപ്പ് പൊട്ടിയുടെ ഒക്കെ ആദ്യകാലത്തെ രൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അന്നത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. അപ്പോൾ എത്രയോ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ അതൊക്കെ പിന്നിട്ടുകൊണ്ട് നമ്മൾ മുന്നിലേക്ക് പോവുകയാണ്. അന്ന് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംഭവം. ഇന്നൊക്കെയാണെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് അവർ ഡ്രസ്സൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, അന്നത്തെ ബാർബർമാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെറിയ കത്രികകൾ. പിന്നെ ട്രിമ്മറിന്റെ ഒക്കെ കണ്ടോ, ആദ്യകാലത്തെ ട്രിമ്മറിന്റെ ഒക്കെ രൂപം കണ്ടോ. ഇതൊക്കെ മാനുവലാണ്. ഇന്നത്തെ പോലെ നമ്മൾ സ്വിച്ച് ഇട്ടാൽ വർക്കാവുന്ന ടൈപ്പ് അല്ല. അത് കൈ കൊണ്ട് തന്നെ, രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വേണമായിരുന്നു കേട്ടോ അതൊക്കെ ഉപയോഗിക്കാനായിട്ട്. ഇവിടെ നമുക്കൊരു ചെറിയ ഉള്ളിലേക്ക് കയറുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഭാഗം അന്നത്തെ ആളുകൾ ചെറിയൊരു പ്രൈവസിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെറിയ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് ബങ്കർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. എനിക്കിവിടെ ഈ ഒരു ഭാഗത്തിനുള്ളിൽ എനിക്ക് നേരെ നിൽക്കാൻ വേണ്ടി പറ്റില്ല. ചെറുതായിട്ടൊന്ന് വളഞ്ഞുകൂടി എനിക്ക് നിൽക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. കാര്യം തല ചെന്ന് മുകളിൽ ഇടിക്കും. അപ്പൊ അവിടെ മൈൻഡ് യുവർ ഹെഡ് എന്ന് എല്ലായിടത്തും എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ കാണുന്നത് ദ കിച്ചൺ എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. അതായത് അന്നത്തെ ആളുകൾ
ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങൾ, വെള്ളം ചൂടാക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെറിയ ചെറിയ പാത്രങ്ങൾ, ചെറിയ പാനുകൾ ഒക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. പാത്രങ്ങൾ, മഗ്ഗുകൾ ഒക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം നമ്മൾ അതൊക്കെ പിന്നിട്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ മുന്നിലേക്ക് നടക്കുകയാണ്. അപ്പം നമ്മൾ മറ്റൊരു ഭാഗത്ത്, ഈ ഷെൽട്ടറിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ ഇതേ ഈ ഒരു ആരോ കൊണ്ട് ഷെൽട്ടർ, വേറൊരു ഷെൽട്ടറിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. ഈ സ്റ്റെപ്പ് ഇറങ്ങി ഉള്ളിലേക്ക് നടന്നു വേണം നമ്മൾ ഉള്ളിലേക്ക് പോകാൻ. അപ്പൊ എത്രയോ ആളുകൾ പേടിച്ച് ഈ മരണം മുന്നിൽ കണ്ട് ജീവിച്ചിരുന്ന ആളുകൾ അധിവസിച്ചിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു പേടിയില്ല നമ്മൾ നടക്കുന്നത്. ഇതൊരു ഫാർമർ എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. അതായത് ഇത് അന്നത്തെ ആളുകൾ കൃഷിക്ക് വേണ്ടിയിട്ടൊക്കെ, പുറത്ത് കൃഷിക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെറിയ ചെറിയ ആയുധങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ചെറിയ കത്തി, നീളമുള്ള വലിയ വാളുകള്, ആയുധങ്ങള്, ചെറിയ മഴു, അതൊക്കെയാണ് കേട്ടോ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഷെൽട്ടറിന്റെ എല്ലാ ഭാഗവും ഓപ്പൺ അല്ല. അത് ചില ഭാഗങ്ങളൊക്കെ ഈ ഷെൽട്ടറിന്റെ ക്ലോസ് ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ക്ലോസ് ആക്കി വെച്ചിരിക്കുന്ന ഒരു ഷെൽട്ടറിന്റെ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഷെൽട്ടറിന് ഒരുപാട് ഭാഗങ്ങളുണ്ട്. പക്ഷെ കുറച്ച് ഭാഗത്ത് മാത്രമേ നമുക്ക് ആക്സസ് കിട്ടത്തുള്ളൂ കേട്ടോ. അന്നത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന ചെറിയ വിളക്കുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഷാർപ്പനർ എന്ന് പറഞ്ഞ ഭാഗത്ത് അന്നത്തെ ആളുകൾ ഈ തടിയൊക്കെ ഒരുക്കിയെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭാഗങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ഇത് മറ്റൊരു എൻട്രി ഇല്ലാത്ത മറ്റൊരു ഭാഗമാണ് കേട്ടോ. ഇങ്ങോട്ടും നമുക്ക് പ്രവേശിക്കാൻ വേണ്ടി പറ്റില്ല. കാര്യം ഈ ഒരു ബങ്കർ ഒരുപാട് പ്രദേശം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങി പെട്ടെന്ന് തന്നെ എക്സിറ്റ് ആവാൻ പറ്റുന്ന ഒരു വേ മാത്രമേ നമുക്ക് ഓപ്പൺ ആക്കി തന്നിട്ടുള്ളൂ കേട്ടോ. ആ വേയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഇതുണ്ടോ, എക്സിറ്റ് എന്ന് പറഞ്ഞൊരു ഭാഗം കണ്ടോ. ഈ എക്സിറ്റിൽ കൂടെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് നടന്നിട്ട് നമ്മൾ ആ ഒരു പള്ളിയുടെ ആ ഒരു മുകൾ ഭാഗത്തേക്ക്, അതായത് നമ്മൾ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഇത് റൈറ്റ് സൈഡിലൂടെയാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു വഴിയിലൂടെ നമ്മൾ നടന്ന് ഈ ഒരു ഷെൽട്ടറിന്റെ പുറത്തേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ. അതൊരു പുറം ലോകം കാണുന്ന ഒരു ഫീൽ. ഇത്രയും നേരം നമ്മൾ ഉള്ളിലായിരുന്നു, ആ ഒരു ഭൂമിയുടെ അടിയിലായിരുന്നു. ഇപ്പൊ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. പുറത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഈ ഒരു പള്ളിയുടെ മുന്നിലെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഉറപ്പായിട്ട് അറിയാം, ഈ പള്ളിയുടെ എല്ലാ ഭാഗങ്ങളെ പറ്റിയും ഞാൻ നല്ല വിശദമായിട്ട് എല്ലാം ഷൂട്ട് ചെയ്ത് നല്ല വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിൽ കയറി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ആ പള്ളിയുടെ മുൻഭാഗം. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ ആ ഒരു ചുറ്റുപാടൊക്കെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിന് മുമ്പിലായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചെറിയ 2 ഫൗണ്ടെയിൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഫൗണ്ടെയിൻസ്, നല്ല ചൂട് സമയമാണല്ലോ, അപ്പൊ ആ ഫൗണ്ടെയിൻ ചെറിയ വെള്ളം ഒക്കെ ആ കൈയൊക്കെ അങ്ങോട്ട് നോക്കി ഒന്ന് കൂടാവുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ പള്ളിയുടെ ഭാഗങ്ങളിലൊക്കെ ചെറിയ ബാൽക്കണി പോലെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അത് ഇതൊരു ഇത്രയും വലിയൊരു സ്ട്രക്ചർ ആണല്ലോ. അപ്പൊ അതിനെ കുറച്ചും കൂടെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ആർക്കിടെക്ചർമാരൊക്കെ ചെയ്ത കുറേയധികം ആർക്കിടെക്ചർ വർക്കുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മൾ പോകുന്നത് ഈ പള്ളിയുടെ പുറത്ത്, അതായത് ഈ ഒരു പുറകു ഭാഗത്തേക്കാണ്. ഇപ്പോൾ ഇത്രയും നേരം കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പോഴും എല്ലാം നമ്മൾ കണ്ടത് ഈ പള്ളിയുടെ മുൻവശം എങ്ങനെയാണ്, ഈ ബങ്കർ എങ്ങനെയാണ് എന്നുള്ള കാഴ്ചകളൊക്കെ ആണല്ലോ. അപ്പൊ ഇനി നമ്മൾ നടന്നിട്ട് ഈ പള്ളിയുടെ പുറത്ത്, ഈ പുറകു ഭാഗത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഈ പള്ളിയുടെ ബാക്ക് സൈഡിൽ നിന്ന് ഈ പള്ളിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത്. അതായത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിതാണെങ്കിലും ഇപ്പോഴും അതിന്റെ ആ ഒരു എടുപ്പ് കുറയാത്ത രീതിക്ക് ഇപ്പോഴും നിലകൊള്ളുന്ന ഒരു പള്ളിയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഒരു ട്രയംഫിന്റെ ഒരു സൂപ്പർ ബൈക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതൊക്കെ ഓരോ മൾട്ടീസ് ചെറുപ്പക്കാരുടെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പൊ അതിനെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മൾ ആ പള്ളിയോട് ഇങ്ങനെ വിട പറഞ്ഞ് നമ്മൾ ഇങ്ങനെ മുന്നിലേക്ക് നടക്കുകയാണ് കേട്ടോ. വലിയൊരു സ്ട്രീറ്റ് ഭാഗങ്ങളൊക്കെയാണ്, വലിയ ഹൈവേസ് ഒക്കെയാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. വണ്ടികളൊക്കെ വളരെ പതിയെ പോകുന്നു. നല്ല തിരക്കുള്ള ഏരിയകളൊക്കെ ആയതുകൊണ്ട് ഒരു സ്പീഡ് ലിമിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ പിന്നിട്ട് വന്നിട്ട് നമ്മൾ ബസ് കയറിയിട്ട് നമ്മൾ വല്ലേറ്റ, മാൾട്ടയുടെ സെൻട്രൽ വല്ലേറ്റ ഭാഗത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ വലിയൊരു ഫുട്ബോൾ, ഒരു എയർ ഫുട്ബോൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഫിഫ വേൾഡ് കപ്പിന്റെ ഒരു സിംബലൈസ് ആയിട്ട് ഒരു വലിയൊരു ഫുട്ബോൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. യൂറോപ്പിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിൽ മാത്രമല്ല, യൂറോപ്പിലും വലിയ രീതിക്ക് നമുക്കറിയാവുന്ന പോലെ തന്നെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ലഹരിയാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിലും ഈ ഒരു വീഡിയോയിലുമായിട്ട് നമ്മൾ ആ ഒരു മോസ്ത റൊട്ടുണ്ട ചർച്ചിന്റെ കാഴ്ചകളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കഴിഞ്ഞ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.